ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ് യാത്രയുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയുള്ള പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ തന്നെ ടിക്കറ്റ്, പാസ്പോർട്ട് എന്നിവ CSFനെ കാണിക്കുക. ടിക്കറ്റും പാസ്പോർട്ടും CSF വെരിഫൈ ചെയ്തതിനു ശേഷം ടെർമിനലിനകത്തേക്ക് പ്രവേശിക്കാനായി അനുവദിക്കുന്നു. അതിനുശേഷം നമ്മുടെ ചെക്കിംഗ് നടക്കുന്ന കൗണ്ടേഴ്സ് ഏതാണോ അവിടേക്ക് ചെല്ലുക. അവിടെ എത്തിയതിനു ശേഷം പാസ്പോർട്ട്, ടിക്കറ്റ്, വിസ എന്നീ വിവരങ്ങൾ ചെക്ക് ഇൻ സ്റ്റാഫിന് നൽകുക. ഡോക്യുമെന്റ്സ് എല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം ബാഗ് വെയിറ്റ് ചെക്ക് ചെയ്യാനായി പ്ലേസ് ചെയ്യാൻ പറയുന്നു. ബാഗ് വെച്ചതിന് ശേഷം ബാഗിൽ ടാഗ് ഇട്ടുകൊണ്ട് ബാഗ് അവിടെ നിന്ന് റിലീസ് ചെയ്യുന്നു. പിന്നീട് ബാഗിന്റെ ക്ലെയിം പോർഷൻ, ബോർഡിംഗ് പാസ്, പാസ്പോർട്ട് എന്നിവയെല്ലാം തിരികെ പാസഞ്ചർക്ക് ലഭിക്കുന്നു. അതിനുശേഷം ഇമിഗ്രേഷൻ കൗണ്ടേഴ്സിലേക്കാണ് ചെല്ലേണ്ടത്. ഇമിഗ്രേഷൻ കൗണ്ടറിൽ എത്തിക്കഴിയുമ്പോൾ ബോർഡിംഗ് പാസ്, പാസ്പോർട്ട്, വിസ എന്നീ വിവരങ്ങൾ ഇമിഗ്രേഷൻ ഓഫീസറിന് മുമ്പിൽ ഹാജരാക്കുക. ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്തതിനു ശേഷം സെക്യൂരിറ്റി ക്ലിയറൻസിനായി നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ചെല്ലുക. അവിടെ ഹാൻഡ് ബാഗ്, പാസഞ്ചർ എന്നിവയെല്ലാം ചെക്ക് ചെയ്യപ്പെടും. ഹാൻഡ് ബാഗിൽ മെറ്റൽ ഐറ്റംസ്, പവർ ബാങ്ക്, കേബിൾ, ചാർജർ, മൊബൈൽ ഫോൺ ഇത്തരത്തിലുള്ള വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയെല്ലാം പ്രത്യേകം ഒരു ടബിൽ വെച്ചതിന് ശേഷം സ്കാനിംഗ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുക. പിന്നീട് ബോർഡിംഗ് പാസിൽ നൽകിയിരിക്കുന്ന ഗേറ്റ് ഏതാണോ ആ ഗേറ്റിലേക്ക് ചെല്ലുക. ബോർഡിംഗ് പാസിൽ നൽകിയിരിക്കുന്ന ബോർഡിംഗ് ടൈമിൽ തന്നെ ഗേറ്റിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നീട് എയർക്രാഫ്റ്റിലേക്ക് പ്രവേശിക്കുന്നു.